അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പൊതുവേ ഇടുന്ന വീഡിയോസൊന്നും അല്ല ഞാൻ ഇന്ന് ഇടുന്നത്. കുറച്ച് കോമൺ ആയിട്ട് വന്ന കമൻറ്റുകൾക്ക് റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു. അതുപോലെ ഇപ്പോൾ ഡിസംബർ മാസമൊക്കെ അല്ലേ, അതുകൊണ്ട് ഇവിടെ ഭയങ്കര തണുപ്പാണ്. എല്ലായിടത്തും തണുപ്പാണെന്ന് അറിയാം, എന്നാലും ഇവിടെ ഇച്ചിരി കൂടുതലാണ്. നല്ല മഞ്ഞൊക്കെ വീഴുന്നുണ്ട്. അങ്ങനെ 2 ദിവസം ഞാനതൊന്നും കണക്കാക്കാതെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടക്കാൻ പോയതുകൊണ്ട് തന്നെ എനിക്ക് 3-ാമത്തെ ദിവസം ഞാൻ കിടപ്പിലായി. നല്ല പനിയായി. ഓൾറെഡി എനിക്ക് പനിയും ചുമയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇരട്ടിയായി. നല്ല കിടപ്പിലായിരുന്നു 2 ദിവസം. അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാത്ത വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ എന്നെ കാണാതിരിക്കുമ്പോൾ എവിടെ പോയെന്നൊക്കെ തിരക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ കുറച്ച് കോമൺ ആയിട്ടുള്ള കമൻറ്റുകൾക്ക് റിപ്ലൈയും കൂടി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ആദ്യത്തെ കമൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ വീഡിയോയിൽ ഞാൻ കണ്ട ഒരു കമൻറ്റാണ് എൻ്റെ പേരെന്താണെന്ന്. പൊതുവെ എന്നെ എല്ലാവരും വാവേ എന്നാണ് വിളിക്കുന്നത്. വീട്ടിലാണേലും അറിയുന്നവരാണേലും ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ലിച്ചു എന്ന് വിളിക്കും. ലിജിത എന്നാണ് എൻ്റെ പേര്. പൊതുവെ എൻ്റെ പേര് ആരും അങ്ങനെ വിളിക്കാറില്ല. പിന്നെ കുറച്ച് പേരൊക്കെ വിളിക്കും, ടീച്ചേഴ്സ് അങ്ങനെ അറിയുന്നവരാ വിളിക്കും. പക്ഷെ എന്നോട് കുറച്ച് ക്ലോസ് ആയിട്ടിരിക്കുന്നവർ ലച്ചു അതുപോലെ തന്നെ വാവേന്ന് വിളിക്കുന്നത്. ഫാമിലിയിൽ എല്ലാവരും വാവേന്ന് വിളിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ വാവസ് യൂണിക് വേൾഡ് എന്ന് ഇട്ടത്. കാരണം ലിജി സുജിത്ത് ചാനലിൽ, നമ്മുടെ ചേട്ടായുടെ കുഞ്ഞച്ചൻ്റെ ചാനലിൽ പൊതുവേ അറിയുന്നവരെല്ലാവരും എന്നെ വാവയെന്ന് അറിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാവാസ് യൂണിക് വേൾഡ് എന്ന് നമ്മുടെ ചാനലിന് പേരിട്ടത്. അപ്പോൾ എൻ്റെ പേര് ലിജിത എന്നാണ്. അതാണ് കേട്ടോ ആദ്യത്തെ കമൻറ്റ്. അത് 2-3 ദിവസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് പേരെന്ന് ചോദിച്ചത്. പിന്നെ അതുപോലെ ചേച്ചിമാരുടെ പേര് അറിയാമല്ലോ, ലിജി, ലിതി, ലിജിത. അപ്പോൾ 2-ാമത്തെ കമൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലിതി കുഞ്ഞേച്ചിയുടെ ചേട്ടായി എന്താണ് വീഡിയോയിൽ വരാത്തത്, എന്ത് ജോലിയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടായി വർക്ക് ചെയ്യാണ് നമ്മുടെ ആലപ്പുഴയിൽ കളക്ട്രേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്ക് പൊതുവെ ഇങ്ങനെ വീഡിയോസിലൊന്നും വരുന്നതിൽ താല്പര്യമുള്ള ആളല്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാത്തത്. അങ്ങനെ നമ്മൾ ഒരാളോട് താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയെ നമ്മൾ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ വരാൻ പറയുന്നത് ശരിയല്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്യാൻ മടിയുള്ളവരുണ്ടാവും. അതുകൊണ്ട് നമ്മളങ്ങനെ വീഡിയോയിലൊന്നും കാണിക്കാത്തത്. എങ്കിലും പുള്ളി ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു വ്യക്തിയാണ്, നല്ലൊരാളാണ്. അപ്പോൾ അവരുടെ ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. ആദ്യം സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. അവർ എക്സാമൊക്കെ ആവാറായി. അവർ ഡിസംബർ ആകുമ്പോൾ വരും. അപ്പോൾ അവർ വരുമ്പോൾ ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറിലല്ല കേട്ടോ, ഒരു അടുത്ത ആഴ്ച വരും. കാരണം അവർക്ക് എന്തോ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച വരും. പിന്നെ 3-ാമത്തെ കമൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലിയുടെ കാര്യമാണ് ചോദിച്ചത്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ തരക്കേടില്ലാത്തൊരു ജോലിയാണ്, കുഴപ്പമില്ല. പിന്നെ പോയി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത് കിട്ടാത്തത് കൊണ്ടല്ല, ജോലി ഓഫറൊക്കെ വരുന്നുണ്ട്. പിന്നെ ബെറ്റർ എന്ന് പറയാനായിട്ട് നല്ല ഒരെണ്ണം എന്തായാലും പോകണം. പക്ഷേ ഇപ്പോൾ പോകാത്തത് ഏലിക്കുട്ടിയമ്മയുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അമ്മയ്ക്ക് ടെൻഷനാണ്, അതുകൊണ്ട് അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് അമ്മ പറഞ്ഞു. ടെൻഷനാണെന്ന് പറഞ്ഞില്ല, പക്ഷേ അമ്മയ്ക്ക് ഞാനില്ലാത്തപ്പം ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കോഴിക്കോട് പോയിട്ട് നിൽക്കാതെ അമ്മയുടെ കൂടെ തന്നെ തിരിച്ചു പോകുന്നത്. അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. പ്രായമായി വരുന്തോറും അറിയാമല്ലോ, എല്ലാവർക്കും തനിച്ചാകുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട്. ചാച്ചനും കൂടെ ഇല്ലാതെ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യം, ചാച്ചനും അമ്മ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ചാച്ചനുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ വരില്ല. ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ആളാണ് ചാച്ചൻ. വയ്യാണ്ടിരുന്നാലും വീട്ടിലെ കാര്യങ്ങളിലെല്ലാം മുൻപന്തി നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചാച്ചൻ. അപ്പോൾ അമ്മയ്ക്ക് അത്ര ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആ സപ്പോർട്ട് ഇല്ലാതെ വന്നപ്പോൾ ഉള്ള ആ ഒരു വേദന അമ്മയ്ക്ക് ശരിക്കും ഇപ്പോൾ ഉണ്ട്. കുഞ്ഞാച്ചിക്ക് അസുഖം വന്ന സമയത്താണെങ്കിലും നമുക്കിപ്പോൾ എന്ത് വയ്യായ്ക വന്നെന്ന് പറഞ്ഞാലും അമ്മയ്ക്കതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അമ്മ മാനസികമായിട്ട് അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അമ്മേനെ തനിച്ചാക്കി പോകാൻ ഭയങ്കര സങ്കടമാണ്. പിന്നെയും അമ്മയുടെ കാലുവേദന മാറി, പക്ഷേ അതൊരാഴ്ചയോടെ കഴിഞ്ഞ് പിന്നെയും തുടങ്ങും. അപ്പോൾ എന്തായാലും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിർബന്ധിച്ചാണ് അമ്മേനെ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. എന്ത് ചെയ്താൽ അമ്മ വരത്തില്ല, അമ്മയ്ക്ക് ജോലിക്ക് പോകണം. ഒരു ദിവസം അമ്മയെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ അമ്മ കേൾക്കുകയില്ല കേട്ടോ. അമ്മയ്ക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ. അത് പൊതുവേ ഇപ്പോൾ അമ്മമാരെല്ലാവരും അങ്ങനെയാണ്, അവർക്ക് ജോലിക്ക് പോകണം. എത്ര വയ്യാകിയാണെങ്കിലും കുടുംബത്തെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതുകൊണ്ട് അമ്മയ്ക്കിപ്പോൾ എൻ്റെ കല്യാണക്കാരിയാണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര ടെൻഷനാണ്. കുഞ്ഞേച്ചിയുടെ കാര്യത്തിലെടുത്ത ടെൻഷനാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെയാണ് ടെൻഷൻ.
അപ്പോൾ ഞാൻ എന്നാൽ കഴിയുന്ന എല്ലാ ഹെൽപ്പും ഇപ്പോൾ അമ്മയ്ക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലോണുകൾ അടയ്ക്കാനാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ അമ്മ 2 ദിവസം ജോലിക്ക് പോയില്ലെങ്കിലും ഇവിടെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അമ്മ അത് പോയേ പറ്റുള്ളൂ. അമ്മയ്ക്ക് പോകണം, അതാണ് എന്താ പറയുക. പിന്നെ ഞാനും അങ്ങനെ നിർബന്ധിക്കാറൊന്നുമില്ല. പിന്നെ അവിടെ ജോലിക്ക് പോകുമ്പോൾ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആവും. നമ്മൾ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ അടുത്തൊന്നും ഷെയർ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അമ്മ പോട്ടെ, അമ്മയ്ക്ക് പറ്റുന്നത്ര കാലം അമ്മ ജോലി ചെയ്യട്ടെ. ഒരിക്കലും നമ്മൾ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല. പിന്നെ വയ്യായിക എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അമ്മ ഓക്കെയാണ്, ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെയാണ് നമ്മളൊരു Q&A ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമ്മൾക്കത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഒരു Q&A ആയിട്ട് ചെയ്യുന്ന ലിജിമോളുടെ പഴയ വീഡിയോസൊക്കെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇടാം, സമയം പോലെ ഇടാം വീഡിയോസൊക്കെ. എൻ്റെ ഫോൺ മാറിയതോടുകൂടി കുറേ വീഡിയോസൊക്കെ പോയി, എങ്കിലും ഉള്ള വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉള്ളതിൽ അത്രയധികം ഞാൻ സന്തോഷത്തിലാണ്. അതുപോലെ നമ്മുടെ അന്നക്കുട്ടി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇറങ്ങി. ഞാൻ കയറിപ്പോയില്ല. ഞാൻ രാവിലെ തന്നെ എണീറ്റതേ നമ്മുടെ മുറ്റത്ത് ഫ്രണ്ടിലുണ്ടായിരുന്നു. അമ്മയോട് സംസാരിച്ചുകൊണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. കുറേ സംസാരിച്ചു, ഇവിടെ വന്നിരുന്ന് സംസാരിച്ചു, കുറേ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. ഞാനും കുറേയൊക്കെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമുക്ക് അവനവൻ്റെ വിഷമം അവനവനെ അറിയുള്ളൂ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യം. നമുക്ക് അല്ല വിഷമിക്കണ്ട പോട്ടെ എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ നമ്മുടെയൊക്കെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ നമുക്ക് മനസ്സിലാകും. അതൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് അറിയാമല്ലോ. നമ്മുടേതായ വിഷമങ്ങൾ നമ്മുടേത് മാത്രമാണ്. മൂന്നാമതൊരാൾക്ക് അല്ലെങ്കിൽ രണ്ടാമതൊരാൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ചേച്ചി ഓക്കെ ആയി വരികയാണ്. പിന്നെ ചേച്ചിയുടെ ചേച്ചി വന്ന് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ വീഡിയോയിലൊന്നും കാണിക്കാത്തത് പിന്നെ ആളുടെ മാനസികാവസ്ഥ, പിന്നെ എനിക്കും ഒരു മര്യാദ എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചേച്ചിയുടെ വീഡിയോസൊന്നും എടുക്കാത്തത്. അപ്പോൾ ചേച്ചി ഓക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അന്നക്കുട്ടി ചേച്ചീനെ ഓർക്കുക. പിന്നെ നമ്മളാൽ കഴിയുന്ന സപ്പോർട്ടുകൾ ക്യാഷിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ വരുന്നു. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്തോളൂ. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ഉള്ളത് മറക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും റിപ്ലൈ അടുത്ത വീഡിയോകളിൽ തരുന്നതായിരിക്കും. അങ്ങനെ കോമണായി വന്ന 2-3 കമൻറ്റുകൾക്ക് മാത്രമാണ് ഞാൻ റിപ്ലൈ തന്നത്. പിന്നെ ഒരു കമൻറ്റ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാച്ചിയമ്മ ചാച്ചിയമ്മ ഏലിക്കുട്ടിയമ്മയുടെ മൂത്ത ചേച്ചിയാണ്. അവർ തമ്മിൽ 20-22 വയസ്സ് വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരമ്മയെപ്പോലെയാണ് അമ്മച്ചീനെ നോക്കിയതും വളർത്തിയതും എല്ലാം. അത്രയും സ്നേഹം ഞങ്ങളോടുണ്ട്. ഇനിയിപ്പോൾ എന്ത് സപ്പോർട്ടാണെങ്കിലും അങ്ങോട്ടാണെങ്കിലും നമുക്കിങ്ങോട്ടാണെങ്കിലും ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ചാച്ചിയമ്മ. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെന്താ, അവിടെ അമ്മയ്ക്ക് ആങ്ങളയുണ്ട്. അവർ വീട്ടിലുള്ളതുകൊണ്ട് ചാച്ചിയമ്മ ഒറ്റയ്ക്കൊന്നുമല്ല, ചാച്ചിയമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് ഉണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ പോകുന്നു, അത്രയൊക്കെ ഉള്ളൂ. ചാച്ചിയമ്മ അമ്മയുടെ ചേച്ചിയാണ്. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.